ആദരണീയരായ സയ്യിദ് അവർകൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യാമ്പസിലേക്ക് വരുന്നത്. നേരത്തെ മഅദിനുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും സുഫ ക്യാമ്പസ് എന്നൊക്കെ കേൾക്കാറുണ്ടെങ്കിലും ഇവിടെ വന്ന് ഇത്ര പ്രൗഢമായ ഞാനിങ്ങ് വരുമ്പോൾ കുറേ കൂടി നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് വരിക എന്ന് പറയുന്നത് പുതിയ കാലത്തെ ക്യാമ്പസുകളൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അങ്ങനെയാണ്. കുറേ കൂടി ഗ്രാമീണ സൗന്ദര്യങ്ങളിലേക്ക് ബഹളങ്ങളിൽ നിന്ന് മാറിയാണ് ക്യാമ്പസുകളൊക്കെ രൂപപ്പെടുത്തുന്നത്. അത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സ്വസ്ഥത കിട്ടാനും കുറേ കൂടി നമ്മളുടെ മനസ്സ് വിശാലമാക്കാനൊക്കെ സഹായിക്കും. ആ അർത്ഥത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. വിശേഷിച്ച് മറ്റ് പല സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഹുമാന്യരായ മുനീർ ഹംസ ഉസ്താദിൻ്റെ അധ്വാന ഫലമായിട്ട് രൂപപ്പെടുത്തപ്പെട്ട, ഇപ്പോഴും അങ്ങനെ ചിട്ടപ്പെടുത്തി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ക്യാമ്പസ് എന്നുള്ള നിലയിൽ ആ അർത്ഥത്തിലും കുറേ കൂടി സ്വാതന്ത്ര്യവും അതിൻ്റെ കലാപരതയും അതിൻ്റെ മനോഹാരിതയും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നത് കാണാൻ പറ്റി. നിങ്ങൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതിലും എല്ലാം അതിൻ്റെ മിഴിവ് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ 2-3 ദിവസം കലയും സാഹിത്യവും ഭാഷയും എഴുത്തും പാട്ടും ഒക്കെയായി ബന്ധപ്പെട്ട പലതരം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് കലയെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്, ഭാഷയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും നമ്മളിവിടെ അവതരിപ്പിക്കുന്ന ഏതേത് പ്രോഗ്രാമുകളാണെങ്കിലും, പ്രഭാഷണമാണെങ്കിലും എഴുത്താണെങ്കിലും പാട്ടാണെങ്കിലും, അതിൻ്റെ എല്ലാം മുഖ്യമായ മീഡിയം വാസിത്വ എന്ന് പറയുന്നത് ഭാഷയാണ്. അത് അറബി ഭാഷയാവാം, ഇംഗ്ലീഷ് ഭാഷയാവാം, നമ്മളുടെ മാതൃഭാഷയായ മലയാളമാകാം, മറ്റു ഭാഷകളാകാം. അപ്പോൾ ഈ ആർട്ട് ഫോമുകളിലൊക്കെ പെർഫോം ചെയ്യാൻ, അതേറ്റവും നന്നായി അവതരിപ്പിക്കാൻ, അതിൻ്റെ ആഴത്തെ മനസ്സിലാക്കാൻ, ആഴത്തെ അനുഭവിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് ഭാഷ എന്താണ്, ഭാഷ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഭാഷ എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എന്നുള്ള ആലോചനകളിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. ഭാഷ എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ, നമ്മളുടെ ഒരു ആശയം മറ്റൊരാളിലേക്ക് കേവലമായി പകർന്നു കൊടുക്കലിൻ്റെ ഒരു മാധ്യമം മാത്രമല്ല, ഒരു വഴി മാത്രമല്ല. ഭാഷയ്ക്ക് പലതരം ദൗത്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഇസ്ലാം, അതിൻ്റെ വഴികൾ, അതിൻ്റെ ചരിത്രം, അതിൻ്റെ എല്ലാത്തരം ഖവായിദുകളും നിലനിന്നിട്ടുള്ളത് ഭാഷയിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ വിശുദ്ധ ഖുർആൻ വഴി ഇറക്കി നൽകുമ്പോൾ, ഖുർആനിൻ്റെ ഭാഷ അറബി ഭാഷ, ആ ഭാഷയിലൂടെയാണ് പിന്നീട് ഹദീസുകൾ രേഖപ്പെടുത്തപ്പെടുന്നത്, ഫിഖ്ഹിൻ്റെ ഖവായിദുകൾ രേഖപ്പെടുത്തപ്പെടുന്നത്. എല്ലാം അറബി ഭാഷ മാധ്യമമായിട്ടാണ് ഇപ്പോഴും നമ്മൾ നിലനിൽക്കുന്നത്. നമ്മളുടെയൊക്കെ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഖുർആനിൻ്റെ ഭാഷ അറബി പഠിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നു. അത് വലിയൊരു ഇബാദത്താണ്. ഇബാദത്താകുമ്പോൾ തന്നെ അറബി ഭാഷ പഠിക്കാൻ നമുക്ക് കഴിയാന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് നമ്മൾ ഭാഷയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില തിയറികൾ അറബിയിലൂടെ പഠിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഭാഷയ്ക്കും അറബി പോലെ സ്വത്വമില്ല, നിലനിൽപ്പില്ല, ഐഡൻറ്റിറ്റി ഇല്ല.
ഇപ്പോൾ നിങ്ങൾ നോക്കുക, അറബി ഭാഷ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ട് ഏതാണ്ട് 15 നൂറ്റാണ്ടുകളാകുന്നു. അതിനുശേഷം വന്നിട്ടുള്ള പല ഭാഷകൾ, ഇംഗ്ലീഷ് ഭാഷ ഏതാണ്ട് 8 നൂറ്റാണ്ടേ ആവുന്നുള്ളൂ, അതിൻ്റെ ഒരു ഫോമേഷനും അതിൻ്റെ റിഫോമേഷനും ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളറാണ് വില്യം ഷേക്സ്പിയർ. കേട്ടില്ലേ ഷേക്സ്പിയറെ? അപ്പോൾ അദ്ദേഹം മരിച്ചു പോയിട്ട് ഏതാണ്ട് 4-5 നൂറ്റാണ്ടുകളാവുന്നുള്ളൂ. അപ്പോൾ ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള കവിതകൾ, അദ്ദേഹം എഴുതിയിട്ടുള്ള നോവലുകൾ ആ ഭാഷയിൽ നിന്നൊക്കെ ഇംഗ്ലീഷ് കഴിഞ്ഞ 4-5 നൂറ്റാണ്ടുകളായിട്ട് ഒരുപാട് മാറി. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഷേക്സ്പിയറുടെ ഇംഗ്ലീഷ് അല്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് പോലും അല്ല. അതിലെ പല പദങ്ങൾ മാറി, അടിസ്ഥാനപരമായിട്ടുള്ള പദങ്ങൾ തന്നെ മാറി, അതിലെ വ്യാകരണത്തിൽ പല മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പലതരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 4 നൂറ്റാണ്ട് മുമ്പ് ഇംഗ്ലീഷിൽ എഴുതിയ ഒരു ഗ്രന്ഥം ഇപ്പോൾ സ്വന്തമായിട്ട് പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല. അതിൻ്റെ നോട്ട്സുകളും ഉപനോട്ടുകളൊക്കെ വെച്ച് മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മലയാളം നമ്മളുടെ ഭാഷ. ഇപ്പോൾ മുമ്പ് മനോരമയിലൊരു പങ്ക്തി ഉണ്ടായിരുന്നു, 100 വർഷം മുമ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ 100 വർഷം മുമ്പുള്ള ഓരോ വാർത്തയൊക്കെ അതിൽ കോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോഴും മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന മന്ത്ലി ആയിട്ടുള്ള ഭാഷാഭൂഷണിയിൽ അങ്ങനെ ഒരു പങ്ക്തി കാണാറുണ്ട്. അപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 100 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന മലയാളത്തിൻ്റെ ഒരു രൂപത്തിലല്ല ഇപ്പോൾ മലയാളം ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അന്നത്തെ സെൻറ്റൻസുകൾ, അതിലെ വാക്യങ്ങൾ കുറേ കൂടി വലിയ വാക്യങ്ങളായിരിക്കും. ഇപ്പം നമുക്ക് വായിക്കുമ്പോൾ അയ്യേ ഇതെന്തൊരു വാക്യമാണെന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോകും, നമുക്കത് അരുചി തോന്നും. അപ്പോൾ കഴിഞ്ഞ 100 വർഷത്തിൻ്റെ ഉള്ളിൽ മലയാളം എന്ന് പറയുന്ന ഭാഷയ്ക്ക് അടിസ്ഥാനപരമായിട്ട് ഒട്ടനവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, നമ്മൾ അറബി ഖവായിദുകൾ പഠിക്കുന്ന 2-3 വർഷം കൊണ്ട്, എന്നിട്ട് നമ്മൾ അറബി അഹാദീസുകൾ നോക്കുമ്പോൾ, അഷ്ആറുകൾ നോക്കുമ്പോൾ, അതിലെ നസ്റുകൾ നോക്കുമ്പോൾ ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റും അല്ലേ? എനിക്ക് തോന്നുന്നത് അഹാദീസുകളുടെ ഭാഷ എന്നൊക്കെ പറയുന്നത് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖ്വാലുകളും അഫ്ആലുകളൊക്കെ രേഖപ്പെടുത്തപ്പെട്ട അതിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഏതാണ്ട് 80% ഹദീസുകളും വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയാണ്. നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ഭാഷയാണ്. അപ്പോൾ ഇത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഒരു മാറ്റവും വരാത്തൊരു ഭാഷയായിട്ട് അറബി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മറ്റെല്ലാ ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായി അതിനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകവും. അറബി പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ അഖലുള്ള ആളുകളാക്കും. നമുക്ക് മറ്റ് ഭാഷകൾ പഠിക്കാൻ, നമുക്ക് മറ്റ് പലതും പഠിക്കാൻ അത് പ്രചോദനം ആവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാഷയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, ഭാഷ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എഴുത്തിൻ്റെ ഭാഷ, ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് എഴുത്തിൻ്റെ ഭാഷയും സംസാരത്തിൻ്റെ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം, പാട്ടിൻ്റെ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ ഭാഷയിലും പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം, ഭാഷയെ മനോഹരമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം, അതിലെ സംഗീതാത്മകത, അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമ്പം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ ഇവിടെ പാട്ട് പാടുന്ന കുറേ കുട്ടികളുണ്ടാവും, നിങ്ങളുടെ മത്സരത്തിൽ കുറേയധികം പാട്ട് മത്സരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ നമുക്ക് കൂടുതൽ രസം കിട്ടുന്നത് ഈ പാട്ടിലെ വരികൾ, അത് ഇംഗ്ലീഷിലാവട്ടെ മലയാളത്തിലാവട്ടെ അറബിയിലാവട്ടെ ഒക്കെ ഒരു നിശ്ചിത ക്രമത്തിൽ വിവിധ കാഫിയകളായിട്ട് വിവിധ റിഥം നൽകി, വിവിധ താളം നൽകി, നിശ്ചിത ക്രമത്തിൽ അത് വിന്യസിപ്പിച്ചത് കൊണ്ടാണ് അത് ഒരു വരി പാടാൻ ഉപയോഗിക്കുന്നത് ഒരു 4 സെക്കൻഡ് ആണെങ്കിൽ അടുത്ത വരി നമ്മൾ പാടാൻ ഉപയോഗിക്കുമ്പോൾ അതിന് എടുക്കുന്നത് ഒരു 4 സെക്കൻഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു റിഥം, ഈ ഒരു താളം നമുക്ക് അതിൽ നിന്ന് അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പാട്ട് പാടുമ്പോൾ നമുക്കത് ഹൃദയസ്പർശിയായിട്ട് തോന്നാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ ഒരു താളം, ഈ ഒരു റിഥം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ, ഈ ഒരു ഇഖ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ മൂന്നിയൂരിലേക്ക്
അല്ലെങ്കിൽ ആലിൻചുവടിലേക്ക് 1.5 കിലോമീറ്റർ നടക്കുകയാണെങ്കിൽ നമ്മൾ നടക്കുന്ന വേവ് ലെങ്ത്ത്, നമ്മൾ ഓരോ കാൽ പാദങ്ങൾ വയ്ക്കാൻ ഉപയോഗിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏതാണ്ട് തുല്യമായിരിക്കും. അതുപോലെ നമ്മളുടെ ഒരു ഹാർട്ട് ബീറ്റിൻ ഓരോ സമയവും അത് സ്പന്ദിക്കാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു തുല്യത, അതിൻ്റെ ഒരു സ്വച്ഛന്തത, അതിൻ്റെ ഒരു മനോഹാരിത, അത് മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമുക്ക് ഇങ്ങനെ ശബ്ദത്തിൻ്റെ തുല്യമായ ക്രമീകരണം പാട്ടിൽ നടക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ അനുഭവവേദ്യമായിട്ട് മാറുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതിൻ്റെ ഈ താളം എന്ന് പറയുന്നത്. ഞാൻ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഭാഷയായിട്ട് ബന്ധപ്പെട്ട് ഈ ഫസ്റ്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല, നിങ്ങളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അപ്പോൾ നമ്മൾ എടുത്ത് ഭംഗിയാവുന്നത്, നമ്മളുടെ പ്രഭാഷണം ഭംഗിയാവുന്നത് അത് താളാത്മകമാകുമ്പോഴാണ്. അത് ഭാഷാപരമായി ഭംഗിയാവുന്നത് താളാത്മകം ആകുമ്പോഴാണ്. അപ്പോൾ ആ താളം കണ്ടെത്താനുള്ള, ആ താളത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള നമ്മളുടേതായിട്ടുള്ള ഒരു താളം, നമ്മളുടേതായിട്ടുള്ള റിഥം നമ്മളുടെ അത് പാട്ടിൽ മാത്രമല്ല, നമ്മൾ ലേഖനം എഴുതുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ സംഭാഷണം നടത്തുമ്പോഴും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നതാണ് നമ്മൾ ഭാഷയിലേക്ക് കുറെ കൂടി അടുപ്പത്തോടെ നമ്മൾ നടന്നു നീങ്ങുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം. അപ്പം അങ്ങനെ ഭാഷയിലൊരു താളം നമ്മൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വായിച്ചേ തീരൂ. പലതരം പുസ്തകങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും വായിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത്, എന്താണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്? ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ വെർജീനിയ വുൾഫ് ഒരിക്കൽ അവർ പറയുന്നുണ്ട്, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് വുൾഫ്. ഇഫ് യു read 1,000 books, your words will flow like a river. നിങ്ങൾ 1000 പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ഒരു നദി ഒഴുകുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഭാഷാപരമായിട്ട്. കാരണം നമ്മൾ 1000 പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അവർ കൂടുതൽ ഫിക്ഷൻ എഴുത്തുകാരിയായതുകൊണ്ട് അത്തരം പുസ്തകങ്ങൾ കൂടിയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഫിക്ഷൻ എന്നൊക്കെ പറയുന്നത്, അത് നോവലാവട്ടെ കഥയാവട്ടെ, നമ്മൾ ആലോചിക്കുക എന്തിനാണ് ഇത് വായിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഫിക്ഷൻ എന്ന് പറയുന്നത് ശരിക്ക് ഇന്നത്തെ കാലത്ത് ഫിക്ഷൻ എന്ന് പറയുന്നത് എല്ലാം കെട്ടുകഥകളൊന്നുമല്ല. ഒരു പക്ഷേ നമ്മൾക്ക് ഒരു ചരിത്ര പുസ്തകത്തിലോ നമുക്കൊരു പഠന പുസ്തകത്തിലോ ഒരു കാര്യം പറയുന്നതിനേക്കാൾ ശക്തമായി പ്രഹരശേഷിയോടുകൂടി ആളുകളുടെ ഉള്ളിൽ സ്വാധീനമുണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിയാണ് നോവലുകൾ, കഥകൾ, കവിതകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ 4-5 മാസം മുമ്പ് മരിച്ചുപോയ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് മിലൻ കുന്ദേര എന്ന് പറയുന്ന, നിങ്ങളൊക്കെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു ചെക്ക് റിപ്പബ്ലിക്കിലെ എഴുത്തുകാരനായിരുന്നു. ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമായിരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിനും മറ്റ് ഭരണകർത്താക്കളൊക്കെ കൂടി സോവിയറ്റ് യൂണിയൻ്റെ പരിധിയിലുള്ള പ്രദേശങ്ങളിലൊക്കെ അധിനിവേശം നടത്തി അവിടുത്തെ ആളുകളുടെ ശബ്ദങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തി അവരുടെ സ്വതന്ത്ര വിചാരങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ സമയത്ത് സ്റ്റാലിനെതിരെ നിലപാടെടുത്ത 1960കളിൽ നിലപാടെടുത്ത പ്രധാനപ്പെട്ട എഴുത്തുകാരനായിരുന്നു മിലൻ കുന്ദേര. അങ്ങനെ ശക്തമായ നിലപാടെടുത്ത കാരണം അദ്ദേഹത്തിന് നാട്ടിലെ പൗരത്വം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തെ തുറുങ്കിലടച്ചു. രക്ഷപ്പെട്ട അദ്ദേഹം പിന്നീട് ഫ്രാൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് 1970കളിൽ. അങ്ങനെ ഫ്രാൻസിലെത്തിയ കുന്ദേര പിന്നീട് ഫ്രഞ്ച് ഭാഷ പഠിച്ചു, ഫ്രഞ്ച് ഭാഷയിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ, നോവലുകൾ മാത്രമാണ് പ്രധാനമായിട്ടും അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവലുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ലേഖനങ്ങൾ എഴുതുന്നില്ല, അദ്ദേഹത്തിൻ്റെ വ്യസനങ്ങളെക്കുറിച്ച് ഓർമ്മകൾ എഴുതുന്നില്ല. അദ്ദേഹം എഴുതുന്നത് മുഴുവൻ തൻ്റെ നാടിനെക്കുറിച്ച്, തനിക്ക് ഉപേക്ഷിച്ച് പോരേണ്ട നാട്ടിനെക്കുറിച്ച്,
ഒരിക്കലും തനിക്ക് മടങ്ങി പോവാൻ കഴിയാത്ത നാടിനെക്കുറിച്ചുള്ള വലിയ സംഘർഷങ്ങൾ, പലതരം കഥാപാത്രങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ തന്നെ സംഘർഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ തന്നെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ തന്നെ വേദനകൾ പങ്കുവയ്ക്കുന്ന പലതരം പുസ്തകങ്ങൾ എഴുതുകയാണ്. എല്ലാ നോവലുകളാണെങ്കിലും അത് ചരിത്ര പുസ്തകങ്ങളാണ്, അത് കവിതകളാണ്, അത് പഠനങ്ങളാണ്. അപ്പോൾ ആ ഒരു നോവൽ ഫോമാറ്റിൽ കുന്ദേര അത് എഴുതിയത് കാരണം ലോകത്ത് പല ഭാഗങ്ങളിൽ അത് വായിക്കപ്പെട്ടു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു എഴുത്തുകാരനായിട്ട് കുന്ദേര മാറുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ നോവൽ വായിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഥകൾ വായിക്കുക എന്നൊക്കെ പറയുന്നത് സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു ഏർപ്പാടല്ല. കാരണം ഭാഷ ഏറ്റവും അഴകോടെ, ഏറ്റവും മിഴിവോടെ നമ്മളെ സ്വാധീനിക്കുന്ന തരത്തിൽ, ഭാഷയുടെ അകം ദൃശ്യമാക്കുന്ന തരത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് എഴുതപ്പെടുന്ന വർക്കുകളാണ് നോവലുകൾ, കഥകൾ, അതുപോലെ കവിതകൾ എന്നൊക്കെ പറയുന്നത്. കാരണം അതിൻ്റെ ഒരു ദൃഢത എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഭാഷയാണ്. പലപ്പോഴും ലേഖനങ്ങളിൽ അല്ലെങ്കിൽ ഒരു ചരിത്ര പുസ്തകത്തിലൊക്കെ അതിലെ ഡോക്യുമെൻ്റ്, അതിലെ ഹിസ്റ്ററി, അത് പുതിയൊരു ഹിസ്റ്ററി ആണെങ്കിൽ, പുതിയൊരു നെറേറ്റീവ് രീതിയിൽ അവതരിപ്പിക്കുന്ന പുതിയൊരു വസ്തുതയാണെങ്കിൽ ആ ഡോക്യുമെൻറ്റിൻ്റെ അതിലെ വസ്തുതകളുടെ ബലത്തിലാണ് അത് പ്രാബല്യം നേടുന്നത്. പക്ഷേ ഒരു നോവൽ പ്രബലമാവുന്നത്, ഒരു ഫിക്ഷൻ എഴുത്തുകാരൻ പ്രബലമാവുന്നത് അയാളുടെ ഭാഷയുടെ ശക്തി കൊണ്ടും, അയാളുടെ ഭാഷയുടെ സൗന്ദര്യം കൊണ്ടും, അയാളുടെ ഭാഷയുടെ ആകർഷണീയത കൊണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു നോവൽ വായിക്കുമ്പോൾ, ഒരു കഥ വായിക്കുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഭാഷയെ കൂടുതൽ അടുത്തറിയാനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ നോവലുകളെക്കുറിച്ച്, കഥകളെക്കുറിച്ചൊക്കെ പറയാറുള്ളത് നോട്ട് ടെല്ലിങ് ബട്ട് ഷോവിങ് എന്നുള്ള. ഇപ്പോൾ നോവലുകൾ, കഥകളൊക്കെ ഒരു കാര്യം ഇവിടെ സംഭവിച്ചു അല്ലെങ്കിൽ ഒരു നാട്ടിൽ സംഭവിച്ചു എന്നുള്ളത് നിങ്ങളോടിങ്ങനെ നെറേറ്റ് ചെയ്ത്, ഇപ്പം ഞാൻ പറയുന്ന പോലെ പറയല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് മുമ്പിൽ അത് വിഷ്വലൈസ് ചെയ്ത് ഇവിടെ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ കാണിക്കുകയാണ്. അതാണ് ഈ കഥകളുടെയും നോവലുകളുടെയൊക്കെ വലിയ ശക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ കഥകൾ, നോവലുകളൊക്കെ വായിച്ചിട്ടുള്ള നിങ്ങൾക്ക് ആ ഒരു അനുഭവം ഉണ്ടാവും. 1-2 പേജുകളൊക്കെ മറിച്ച് കഴിയുമ്പോഴേക്ക് വി ഫൊഗെറ്റ് അവർ സെൽഫ് ആൻഡ് ഇൻഡൾജ് ഇൻ ടു ദോസ് പേജസ്, അല്ലേ? നമ്മളെ തന്നെ മറന്ന് അതിലെ കഥാപാത്രങ്ങൾ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നു, അതിൽ കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ നമുക്ക് കാണാൻ പറ്റുന്നു, അവർ ജീവിക്കുന്ന പ്രദേശം നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കഥയുടെ വലിയൊരു ശക്തി എന്ന് പറയുന്നത്, എപ്പോഴും കഥയിലൂടെ ഒരു കാര്യം കേൾക്കാൻ മനുഷ്യർക്ക് എപ്പോഴും വലിയ ആഗ്രഹമായിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ പല സംഭവങ്ങളും അതിൻ്റെ ഒരു സർദ് എന്ന് പറയുന്നത്, സർദിയത്ത് എന്ന് പറയുന്നത് കഥകളുടെ രൂപത്തിലാണ്. കഥകളുടെ രൂപത്തിൽ പറയുമ്പോൾ മനുഷ്യർക്കത് കേൾക്കാനും അത് മനസ്സിലാക്കാനുമൊക്കെ കുറേ കൂടി താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു കഥ വായിക്കുമ്പോൾ, ഇപ്പോൾ മലയാളത്തിൽ ഒരു നോർമലി ഒരു നോവലിൻ്റെയൊക്കെ ഒരു വലിപ്പം എന്ന് പറയുന്നത് 200 പേജ് മുതൽ 250 പേജ്, 300 പേജൊക്കെ ആയിരിക്കും. അപ്പോൾ 250 പേജുള്ള ഒരു നോവല് അല്ലെങ്കിൽ ഒരു കഥാസമാഹാരം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഏതാണ്ട് ഒരു 30,000 മുതൽ 50,000 വരെ വേർഡ്സുകളിലൂടെയാണ്. 250 പേജുള്ള ഒരു പുസ്തകത്തിൽ സാധാരണ ഉൾക്കൊള്ളാവുന്ന വേർഡ്സിൻ്റെ, വാക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 30,000 മുതൽ 50,000 വരെ പദങ്ങളാണ്. ഇപ്പോൾ മാതൃഭാഷയായ മലയാളത്തിൽ നമുക്ക് പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒക്കെ നമുക്ക് അറിയുന്ന പദങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റും, നമുക്ക് ഡിക്ഷണറി ഒന്നും നോക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മളതിലെ ഭാഷയിലൊന്നും ശ്രദ്ധിക്കുന്നില്ല എങ്കിലും അതിലെ കഥയിൽ മാത്രമാണ് നമ്മൾ ഊന്നി വായിക്കുന്നതെങ്കിലും ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ടൊക്കെ ഇങ്ങനൊരു നോവൽ വായിക്കുമ്പോഴേക്ക് ഇത്രയും പദങ്ങളിലൂടെ, അത് പലതും നമുക്ക് പരിചയമുള്ള പദങ്ങളായിരിക്കാം, ഇത്രയും പദങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഈ പദങ്ങൾ പലതും വിന്യസിക്കപ്പെട്ടിട്ടുള്ളത്, ഈ പദങ്ങൾ പലതും ചേർത്ത് വയ്ക്കപ്പെട്ടിട്ടുള്ളത് വളരെ താളാത്മകമായ രീതിയിലായിരിക്കും. ഇപ്പോൾ ഭാഷയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോ എഴുത്തുകാരും, ഇപ്പോൾ ഫിക്ഷൻ എഴുത്തുകാരെ കുറിച്ച് പറയാനുള്ളത്, ഈച്ച് റൈറ്റർ ഇൻ എ ലാംഗ്വേജ് ക്രിയേറ്റ്സ് ഹിസ് ഓൺ ലാംഗ്വേജ് എന്നുള്ള ഒരു ഭാഷയ്ക്കുള്ളിൽ മറ്റൊരു ഭാഷ സൃഷ്ടിക്കുന്ന ആളുകളാണ് നല്ല എഴുത്തുകാർ എന്ന് പറയുന്നത്. ഇപ്പോൾ മലയാളത്തിലെ
വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വളരെ സരളവും ലളിതവുമായിട്ടുള്ളൊരു ഭാഷ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന MT വാസുദേവൻ നായർ, മരിച്ചുപോയ OV വിജയൻ, ഇവരൊക്കെ അതിമനോഹരമായ അതിഗംഭീരമായ മലയാളത്തെ സൃഷ്ടിച്ചിട്ടുള്ള ആളുകളാണ്. മലയാളത്തിലെ ഏറ്റവും മഹാനായ എഴുത്തുകാരിലൊരാളാണ് MT വാസുദേവൻ നായർ. അപ്പോൾ MT എഴുതുന്നൊരു പുസ്തകം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, MTയുടെ നാലുകെട്ടാവട്ടെ, അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാവട്ടെ, നമ്മൾ വായിക്കുകയാണെങ്കിൽ സാമാന്യനെ ഇപ്പോൾ ഒരു 7ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും മനസ്സിലാവാത്ത ഒരു വാക്ക് പോലും ഉണ്ടാവില്ല. അത്രയും സിമ്പിളായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് കഥകളും നോവലുകളും ഒക്കെ എഴുതുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഈ പദങ്ങളെ പ്ലേസ് ചെയ്യുന്ന, ഈ പദങ്ങളെ ഓരോ സന്ദർഭത്തിലും ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അത് വളരെ മനോഹരമായിട്ടാണ് ഓരോ പദങ്ങളും ചേർത്ത് വയ്ക്കുന്നത്, ഓരോ പദത്തിനൊപ്പവും മറ്റു പദങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൽ ഭയങ്കരമായിട്ട് റിഥം കൊണ്ടുവന്ന് എഴുതുന്നൊരു എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. അപ്പോൾ നമ്മൾ MT വായിക്കുമ്പോൾ അല്ലെങ്കിൽ മുകുന്ദനെ വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഭാഷയുടെ, ഇത്തരം എഴുത്തുകാരൊക്കെ ഭാഷയിൽ നടത്തിയിട്ടുള്ള വിപ്ലവങ്ങൾ, പുതുമകൾ, ഇന്നോവേഷൻസ്, റിക്രിയേഷൻസൊക്കെ ചെറിയൊരളവിൽ അത് നമ്മൾ വായിച്ചതിൻ്റെ ഒരു 2% 3% ഒരു സ്മോൾ ലെവലിൽ അത് നമ്മളെ സ്വാധീനിക്കും. അതിലുപയോഗിച്ച വാക്കുകൾ നമ്മളുടെ ഉള്ളിൽ അവശേഷിക്കും, അതിലുപയോഗിച്ച വരികൾ നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ അങ്ങനെ, അതുകൊണ്ട് വെർജീനിയ വുൾഫ് പറയുന്നത്, അങ്ങനെ നിങ്ങൾ 1000 പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദാറ്റ് വെൻ യു want to speak something, when you want to write down something, your words will flow like a river. അപ്പോൾ ഒരു വാക്കിൽ നിന്ന് മറ്റൊരു വാക്കിലേക്ക് നിങ്ങൾക്കൊരു ഇഫേർട്ടും ഇല്ലാതെ, നിങ്ങൾക്കൊരു ആയാസവും ഇല്ലാതെ വാക്കുകളിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും, വാക്കുകളിങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ബലത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ്, അങ്ങനെ എത്തുമ്പോഴാണ് ഒരാൾ ഒരു എഴുത്തുകാരനാവുന്നത്. അല്ലാതെ നമ്മളുടെ കയ്യിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, നമുക്ക് മറ്റുള്ള ആളുകൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മൾക്ക് പറയാൻ പറ്റുന്നുള്ളത് ഒരു എഴുത്തുകാരൻ്റെ ഒരു ഇന്ധനമല്ല. എഴുത്തുകാരൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് നോളജിനേക്കാളും അധികം ഭാഷ അയാൾ വർക്ക് ചെയ്യണം, ഭാഷ അയാൾക്ക് മനസ്സിലാവണം, ഭാഷയുടെ രീതികൾ അയാൾക്ക് അറിയണം. അതായിരിക്കണം നമ്മൾ ഭാഷയായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ഒരു സമീപനത്തിൻ്റെ, നമ്മളുടെ ഒരു അപ്രോച്ചിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മാനകം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഷ എന്ന് പറയുന്ന ഒരിക്കലും ഒരാൾക്ക്, ഇപ്പോൾ നമ്മളുടെ ഭാഷ എന്ന് പറയുന്ന മലയാളമാണ്, നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഭാഷ, നമ്മൾ നഹ്വിൻ്റെ ഖവായിദുകളും മറ്റും ഒക്കെ ഉസൂലിയായിട്ട് തന്നെ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഭാഷ അറബിയാണ്. നമ്മളുടെ ഒരു അക്കാഡമിക്സിൻ്റെ ഭാഷ ഇംഗ്ലീഷാണ്. ഈ 2 ഭാഷയും, ഇംഗ്ലീഷും അറബി എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും പ്രബലമായിട്ടുള്ള 2 ഭാഷകളാണ്. ഏറ്റവും കൂടുതൽ രാഷ്ട്രങ്ങൾ ഉപയോഗിക്കുന്ന 2 ഭാഷകളാണ്. ഈ 2 ഭാഷകളും നമ്മളതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പഠിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്കെയില് ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിക്കണം. ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ മലയാളികളുടെ ഭാഷയാണോ? അല്ല, അല്ലേ? ഇംഗ്ലീഷ് എന്ന് പറയുന്ന ബ്രിട്ടനിൽ നിന്നൊക്കെ രൂപപ്പെട്ട് പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പരക്കുന്നതോടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പരന്നു കഴിഞ്ഞിട്ടുള്ളൊരു ഭാഷയാണ്. അറബി എന്ന് പറയുന്നത് നമ്മളുടെ ഭാഷയല്ല, അല്ലേ? അറബ് ലോകത്ത്, വിശേഷിച്ചും മക്കയിൽ രൂപപ്പെട്ട് അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ വ്യാപനത്തോടുകൂടി പടർന്നു കയറിയിട്ടുള്ളൊരു ഭാഷയാണ്. അപ്പോൾ ഈ ഭാഷകളുടെയൊക്കെ ഏറ്റവും മനോഹരമായതും ഏറ്റവും ഗംഭീരമായതും ഏറ്റവും പുതുമയുള്ളതുമായ അതിൻ്റെ പ്രയോഗ രീതികൾ, അതിലിറങ്ങുന്ന പുസ്തകങ്ങൾ, കവിതകൾ, നോവലുകൾ, പഠനങ്ങൾ എല്ലാം വരുന്നത് എവിടെയാണ് ആ ഭാഷ നിലവിൽ വരികയും ഇപ്പോഴും പ്രിഡോമിനൻ്റ്ലി എവിടെയാണ് ആ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അവിടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വരുന്നത് ഇന്ത്യയിൽ നിന്നല്ല, അത് UK-യിൽ നിന്നും US-ൽ നിന്നും കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെയാണ്. ഏറ്റവും നല്ല അറബി പുസ്തകങ്ങൾ വരുന്ന, അറബി പ്രധാനമായിട്ട് സംസാരിക്കുന്ന GCC രാഷ്ട്രങ്ങളിൽ നിന്നും, കൈറോയിൽ നിന്നും, അതുപോലെ ലുബനാനിൽ നിന്നൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഭാഷയുടെ ഖവായിദുകളൊക്കെ മനസ്സിലാക്കി നമുക്ക് ഭാഷ വായിച്ചാൽ മനസ്സിലാവുന്നൊരു ഘട്ടമെത്തിയാൽ we have to travel our reading to the lands where those languages were originated. അതിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകാൻ പറ്റണം.
അപ്പോൾ US നിന്ന് വരുന്ന വർക്കുകൾ, അല്ലെങ്കിൽ UK നിന്ന് വരുന്ന വർക്കുകൾ, അല്ലെങ്കിൽ അൽ ഖാഹിറയിൽ നിന്ന് വരുന്ന വർക്കുകൾ ഒക്കെ നമ്മൾ പതിയെ പതിയെ വായിച്ചു തുടങ്ങുമ്പോഴാണ് കുറച്ചുകൂടി ഒഥൻറ്റിക്കായിട്ടുള്ള ഭാഷ. ഇപ്പോൾ ആ ഭാഷ ഏറ്റവും മൗലികമായിട്ട് ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോഴാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഒരു ഭാഷയുടെ പഠനം പതിയെ പതിയെ കൊണ്ടുവരാൻ പറ്റണം. ലാംഗ്വേജിൻ്റെ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമുക്കൊരിക്കലും 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 6 മാസം കൊണ്ടൊന്നും ഒരു ഭാഷ അതിൻ്റെ ആഴത്തിൽ പഠിച്ചെടുക്കാൻ പറ്റില്ല. ഭാഷയുടെ പഠനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് സ്റ്റഡി. വി ഹാവ് ടു ലേൺ ഇറ്റ്സ് വിത്തിൻ 10 years or 20 years. അങ്ങനെ നമ്മൾ ആർഡൻലി ആ ഭാഷയെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര എനർജറ്റിക്കായിട്ട് ഭാഷ ആയിട്ട് ബന്ധപ്പെട്ടത് കേൾക്കുകയും പറയുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഭാഷ നമ്മളിലേക്ക് കൂടുതൽ ആഗിരണം ചെയ്യുന്നത്. നമുക്ക് ആ ഭാഷയുടെ ഹൃദയം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ മഅദിനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദാണ് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള എൻ്റെ സുഹൃത്ത് ഹാമിദ് ഹുസൈൻ ഡോക്ടർ അദനി. അപ്പോൾ അദ്ദേഹം സ്പാനിഷും അറബിയും ഇംഗ്ലീഷും ഒക്കെ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മഅദിൻ്റെ ഫെസ്റ്റിവലിന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോഴും 10-15 വർഷമായിട്ട് അദ്ദേഹം സ്പാനിഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അതിൽ എഴുതിക്കൊണ്ടിരിക്കുന്നെങ്കിലും അതിൽ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിലും അതിൻ്റെ ഒരു പ്രാഥമിക ലെവലിലേക്ക് എത്തിയിട്ടുള്ളൂ. നമ്മൾ അറബിയിലാണെങ്കിലും ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിലും അങ്ങനെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ കഴിവിനെ ഒരു ഇംഗ്ലീഷുകാരൻ സംസാരിക്കുന്നതിനേക്കാൾ, ഇംഗ്ലീഷുകാരൻ എഴുതുന്നതിനേക്കാൾ മനോഹരമായിട്ട് ഇംഗ്ലീഷ് എഴുതാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇംഗ്ലീഷ് കുറച്ചെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു കേപ്പബിലിറ്റിയിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ അറബി ഭാഷ, അതിൽ വരുന്ന പത്രങ്ങൾ, അതിൽ വരുന്ന മജല്ലാത്ത്, അതിൽ വരുന്ന റിവായാത്ത്, ഖസസുകൾ, അതൊക്കെ എഴുതുന്നതിനേക്കാളും മനോഹരമായിട്ട് അവരേക്ക് അതിജയിക്കുന്ന തരത്തിൽ, അവരേക്ക് വിസ്മയിപ്പിക്കുന്ന തരത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു സ്കെയിലിലേക്ക് നമ്മളെത്തുമ്പോഴാണ് നമ്മളെ ഭാഷയിലെ മഹാറത്ത്, ഒരു കണ്ടംപററി ആർട്ടിക്കുലേഷനുള്ള ഒരു മഹാറത്ത്, എബിലിറ്റി നമ്മൾ നേടുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോഴാണ് ഈ ഭാഷയെ അടുത്തറിയുക, ഭാഷയെ ഉൾവഹിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ദീർഘമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് നമ്മളുടെ എഴുത്തുകൾ കൂടുതൽ തിളക്കമുണ്ടാവുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് നോളജബിളായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ ഒരു ലിംഗ്വിസ്റ്റിക്കലായിട്ടുള്ള കേപ്പബിലിറ്റി ഉയർത്തുക എന്ന് പറയുന്നത് നമ്മളുടെ ഈ പഠനത്തിൻ്റെ, ഈ ഫെസ്റ്റിവലുകളുടെ, നമ്മളുടെ വായനകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറണം. അറബി ഭാഷ ഇപ്പോൾ ലോകത്തെ ഞാൻ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയാണ് അറബി ഭാഷ. പക്ഷെ അതിൽ ഇപ്പോൾ നിങ്ങൾ അറബി പത്രങ്ങൾ, പലതരം പത്രങ്ങൾ, ഇപ്പോൾ ഈ അറബി ഭാഷ ഇപ്പോൾ പ്രധാനമായിട്ട് അറബി ഭാഷയുടെ ഒരു മർക്കസ് സഖാഫ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അൽ ഖാഹിറ, അതുപോലെ ലുബ്നാൻ, ഈ സ്ഥലങ്ങളൊക്കെയാണ്. GCC രാഷ്ട്രങ്ങളൊന്നും അല്ല. പ്രധാനമായിട്ട് നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ ലൈബ്രറികളിലുള്ള കിതാബുകളൊക്കെ അല്ലേ, അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു നെഷറുണ്ടായിരിക്കുന്നത് അൽ ഖാഹിറ എന്നോ അല്ലെങ്കിൽ ലുബ്നാനിൽ നിന്നൊക്കെ ആയിരിക്കും. കാരണം ഒരു 100-100 വർഷമായിട്ട് അറബി ലിറ്ററേച്ചറിൻ്റെ, അറബി ഉലൂമിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സിറ്റികളാണ് ഇവിടേക്ക്. അവിടെ നിന്നാണ് പ്രധാനപ്പെട്ട അറബ് മജല്ലാത്തുകൾ ഇപ്പോഴും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അറബ് റിവായാത്ത് ഇപ്പോഴും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറബി ഭാഷയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നോബൽ സമ്മാനം കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് നജീബ് മഹ്ഫൂദ്. അദ്ദേഹത്തിന് മാത്രമാണ് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നജീബ് മഹ്ഫൂദിനെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള, പെട്ടെന്നൊന്നും വായിച്ച് സംഗ്രഹിച്ചെടുക്കാൻ കഴിയാത്ത ഗംഭീരമായ ഭാഷയാണ് നജീബ് മഹ്ഫൂദിൻ്റെ ഭാഷ. അതുപോലെ നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്ന ഖലീൽ ജിബ്രാൻ, അദ്ദേഹം ഒരു അറബി എഴുത്തുകാരനാണ്. അദ്ദേഹം ലുബ്നാനിയായിരുന്നു, ഒരു മുസ്ലിം എഴുത്തുകാരൻ പോലും അല്ല. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത് ഒരു അറബ് ക്രിസ്ത്യൻ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം പിന്നീട് വളരെ ചെറുപ്പത്തിൽ തന്നെ US പോയി. പിന്നീട് അറബി ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ലെബനാനിലേക്ക് വന്ന് ദീർഘകാലം അറബി പഠിച്ച്. പക്ഷെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ എഴുത്തുകാരനാവുമ്പോഴും വിശുദ്ധ ഖുർആൻ, വിവിധ തരത്തിലുള്ള ഇസ്ലാമിക ആധ്യാത്മിക മഹത്തുക്കൾ,
അവരൊക്കെ അതിൻ്റെയൊക്കെ ഭാഷ ജിബ്രാനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ജിബ്രാൻ പ്രൊഫറ്റ് എന്ന് പറയുന്ന അൻ-നബി എന്ന് പറയുന്ന പ്രവാചകൻ എന്ന് പറയുന്ന ജിബ്രാൻ്റെ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ വളരെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇപ്പോൾ മലയാളത്തിൽ തന്നെ എനിക്കൊന്ന് ഒരു 10 വിവർത്തനങ്ങളില്ലെങ്കിലും 10 ആളുകളെങ്കിലും അത് വിവർത്തനം ചെയ്തിട്ടുണ്ടാവും. അത്രയും പോപ്പുലറായിട്ടുള്ള ലോകത്തെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വന്ന ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു പുസ്തകമാണ് ജിബ്രാൻ്റെ അൻ-നബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകമൊക്കെ പല ആളുകളും അത് വിവർത്തനം ചെയ്യുന്നത് ഇംഗ്ലീഷിൽ നിന്നാണ്. ജിബ്രാൻ്റെ പല വർക്കുകളും മിക്കവാറും വർക്കുകളൊക്കെ വന്നിട്ടുള്ള അറബിയിലാണ്. അപ്പോൾ ജിബ്രാനെ അദ്ദേഹത്തിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറബിയിൽ അദ്ദേഹത്തെ വായിക്കണം. അത് നമുക്കേ പറ്റുള്ളൂ. കാരണം നമ്മൾ അറബി വായിക്കുന്ന ആളുകൾ, അറബി പഠിക്കുന്ന ആളുകളാണ്. അങ്ങനെ പലതരം അറബ് എഴുത്തുകാർ, അറബ് പത്രങ്ങൾ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഷ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇസ്രയേലും അതുപോലെ ഇസ്രയേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതികൾ, അപ്പോൾ അതിലുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പലതരം ആയുധങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാരകമായ അതിൻ്റെ ഒരു തലത്തെക്കുറിച്ചുള്ള പല റിപ്പോർട്ടുകളും നമ്മൾ കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ അറബ് അറിയാത്ത പലരാണ് അത് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്ന പലതരം പ്രയോഗങ്ങൾ. ഇപ്പോൾ നെഖ്ബ എന്ന് പറയുന്നൊരു പ്രയോഗം അല്ലേ, കേട്ടിട്ടുണ്ടാവും അല്ലേ? നെഖ്ബ പലയിടത്തും. അതിൽ ഇപ്പോൾ നഖം എന്നൊക്കെ പറയുന്ന ഖ എന്നാണ് പലരും ഉപയോഗിക്കുന്നത്. നഖം എന്നൊക്കെ പറയുന്ന, അങ്ങനെ അറബിയിൽ ഉപയോഗിക്കണമെങ്കിൽ ഖ എന്നായിരിക്കും, നഖ്ബ എന്ന് ഉപയോഗിക്കണം. പക്ഷേ അതിൻ്റെ അറബി ഫോം എന്ന് പറയുന്നത് നെഖ്ബ എന്നാണ്, കാഫാണ്, കൽബ് എന്ന് പറയുന്നത്. അപ്പോൾ നെഖ്ബ ഡിസാസ്റ്റർ എന്നുള്ളതിൻ്റെ നെഖ്ബ എന്നാണ്. അപ്പോൾ അത് അറബി അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ അറബിയിൽ ഇതാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഫലസ്തീനുകളായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ 2ാം നെക്ബയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. 1948 അവരുടെ മണ്ണിൽ നിന്ന് വലിച്ച് കൊണ്ടുപോയ ആ സംഭവത്തെയാണ് 1ാമത്തെ നെക്ബ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പദങ്ങൾ, പത്രങ്ങളുടെ പദങ്ങൾ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഭാഷയാണ്. കാരണം മോഡേൺ അറബി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. മോഡേൺ അറബി എന്ന് പറയുന്നത് കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിനിടയിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പുതിയ പദങ്ങൾ, പുതിയ ശൈലികൾ, ഇതിനെല്ലാം അറബിയിലേക്ക് കൊണ്ടുവന്നതാണ് മോഡേൺ അറബി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈജിപ്തിലൊക്കെ കൈറോ കേന്ദ്രീകരിച്ച്, അതുപോലെ ഡമസ്കസ്, സിറിയയിലെ ഡമസ്കസ് കേന്ദ്രീകരിച്ച്, ബഗ്ദാദ് കേന്ദ്രീകരിച്ചൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാംഗ്വേജ് കൈകാര്യം ചെയ്തിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സുകൾ, അറബി ലിംഗ്വിസ്റ്റിക്സുകൾ അവരൊരുമിച്ച് കൂടി വിവിധതരം ഇസ്തിലാഹാത്തുകൾ അതിന് അറബി കണ്ടെത്തുന്നു. അങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള നമ്മളുടെ പഴയ കിതാബുകളൊന്നും കാണാത്ത ഒരുപാട് പദാവലികളായിരിക്കും പുതിയ പത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് ഷൂട്ടിംഗ് എന്ന് പറയുന്നൊരു പദം, വെടിവെക്കുക അല്ലേ, നമ്മൾ പലപ്പോഴും പത്രത്തിൽ കാണാറുള്ള ഒരു പദമാണ്. അപ്പോൾ വെടിവെക്കുക എന്ന് പറയുന്നത് ഈ ആയുധം, ഈ തോക്ക് എന്ന് പറയുന്ന ഈ ഒരു ആലത്ത് വന്നിട്ട് ഏതാണ്ട് 100-300 വർഷമായിട്ടുള്ളൂ അല്ലേ. പണ്ടത്തെ യുദ്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് വാളും പരിചയമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള യുദ്ധമായിരുന്നു. അപ്പോൾ വെടിവെക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂ വേർഡ്. അപ്പോൾ അതിന് അറബിയിൽ ഉപയോഗിച്ച് വരുന്ന ഒരു പദം എന്ന് പറയുന്നത് ഇത്ലാഖുന്നാർ എന്നുള്ളതാണ്. ഇത്ലാഖുന്നാർ, ഇത് രണ്ടും പഴയ പദങ്ങളാണ് അല്ലേ. അത്തുലക്ക എന്ന് പറയുന്ന ഫിഴലാവട്ടെ, അന്നാർ എന്ന് പറയുന്ന ഈ ഇസ്മാവട്ടെ, ഇതൊക്കെ പഴയ പദങ്ങളാണ്. അപ്പോൾ ഇത്ലാഖുന്നാർ എന്താണ്, ഫയർ, എന്താ സ്റ്റാർട്ടിങ് ദി ഫയർ എന്ന് പറയുന്നൊരു കോയിനിങ്ങിനെ നിർമ്മിച്ചു എന്നുള്ളത് അതൊരു പുതിയ അറബി പ്രയോഗമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ധാരാളമായിട്ട് നമുക്ക് ഈ പത്രങ്ങളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പുതിയൊരു അറബി ഭാഷയെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പത്രങ്ങൾ, അതിനാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ പുതുതായിട്ട് ഈജിപ്തിൽ നിന്ന് വരുന്ന അൽ അഹ്റാം എന്ന് പറയുന്ന അറബി പത്രം വളരെ പ്രധാനപ്പെട്ടൊരു ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അറബി പത്രമാണ്. അപ്പോൾ നമ്മളുടെ വായനകൾ, നമ്മളുടെ പഠനങ്ങളിൽ ഒരിക്കലും നമ്മളൊരു 4 വർഷം ആകുമ്പോഴേക്ക് അറബി ഖവായിദുകൾ പഠിക്കുന്ന കിതാബുകൾ പഠിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ ഭാഷയുടെ ഒരു ചെറിയ ശതമാനം, അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിലാം, അതിൻ്റെ ഒരു അസ്ഥി മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു ശരീരത്തിലേക്ക്, അതിൻ്റെ ദൃഢമായിട്ടുള്ള ഭംഗിയുള്ള, കാണാൻ സൗന്ദര്യമുള്ള ഭാഷയുടെ ശരീരം മനസ്സിലാക്കുക എന്ന് പറയുകയാണ് ഭാഷയുടെ ഉള്ളിലേക്ക്, അതിൻ്റെ ഡെപ്തിലേക്ക്, അതിൻ്റെ
കണ്ടംപററി ആയിട്ടുള്ള കിതാബുകളിലേക്ക്, അതിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള കിതാബുകളിലേക്ക് എല്ലാ ഭാഷകളിലും നമുക്ക് പോകാൻ പറ്റണം. അപ്പം അങ്ങനെ പോകുമ്പോഴാണ് പതിയെ നമ്മളൊരു, ഇപ്പോൾ നിങ്ങൾ പഠനം തുടങ്ങിയിട്ട് ഇപ്പോൾ ചെറിയ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 4 വർഷം 5 വർഷമൊക്കെ കംപ്ലീറ്റ് ആയ കുട്ടികളുണ്ടാവും. ഇനിയും 3-4 വർഷം അല്ലെ 8-10 വർഷമൊക്കെ നിങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഭാഷാ പഠനം, ഭാഷയായിട്ടുള്ള എൻഗേജ്മെൻറ്റുകൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ നടത്തേണ്ടതുണ്ട്. അത് ഓരോ പദങ്ങളും നമ്മൾ കിതാബുകളിലെ എടുക്കുന്ന പദങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെ തഫാസീർ പഠിക്കുമ്പോൾ, അഹാദീസുകൾ പഠിക്കുമ്പോൾ ഓരോ പദങ്ങളും വിശകലനം ചെയ്ത് അതിൻ്റെ പുതിയ തരത്തിലുള്ള ഡിക്ഷണറികളൊക്കെ നോക്കി ഈ പദങ്ങൾ മനസ്സിലാക്കി അങ്ങനെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറേ കൂടി വലിയ കോൺട്രിബ്യൂഷൻസ്. എപ്പോഴും ആർട്ട് എന്ന് പറയുന്നത്, ഒരാളൊരു ആർട്ടിസ്റ്റ് ആകുന്നത്, ഒരാളൊരു കലാകാരനാവുന്നത് മറ്റുള്ളവരൊക്കെ ഒരു വർക്ക് ചെയ്യുന്നതിനേക്കാൾ പെർഫെക്റ്റായിട്ട്, അത് സൗന്ദര്യമുള്ള തലത്തിൽ, അതിലൊരു ജമാൽ ഉണ്ടാകുന്ന തരത്തിൽ എഴുതാൻ പറ്റുമ്പോൾ, വരയ്ക്കാൻ പറ്റുമ്പോൾ, പാടാൻ പറ്റുമ്പോഴൊക്കെയാണ് അത് ആർട്ടിസ്റ്റ് ആകുന്നത്. ഒരു ഫേമസ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്ന തരത്തിൽ ആ ആർട്ട് ഫോമുകളിൽ, വിവിധ തരം ആർട്ട് ഫോമുകളിൽ പെർഫോം ചെയ്യാൻ പറ്റുമ്പോഴാണ് ഒരാൾ ഒരു 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 നോട്ടീസബിളാവുന്ന, ഒരു ശ്രദ്ധേയനാവുന്ന, ഒരു മഹാരത്തുള്ള ഒരു 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 ഫന്നാനായി മാറുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മളൊരു ആർട്ടിസ്റ്റിക് ക്വാളിറ്റി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള, ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഭാഷയിൽ എല്ലാത്തിലും ഒരു പക്ഷേ നമുക്ക് മഹാരത്തുണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിവിധ തരം എല്ലാത്തരം ആർട്ടിസ്റ്റിക് ക്വാളിറ്റികളൊന്നും ഒരാളിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആർട്ട് ഫോമുകളിൽ, എഴുത്ത് ഫോമുകൾ, ഭാഷയിൽ അതിൽ കൂടുതൽ സമയമെടുത്ത് അത് നോക്കി അതിൻ്റെ ഒരു റിസൾട്ട് കുറേ കൂടി ലോങ് ടേമിൽ പ്രതീക്ഷിച്ചുകൊണ്ട് വർക്ക് ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും വലിയ റിസൾട്ട് നമുക്കുണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള ചിന്തകൾ, അതിനൊക്കെയുള്ള നമ്മളുടെ ഒരു കളരിയായിട്ട് വേണം പ്രധാനമായിട്ടും ഇത്തരം നമ്മളുടെ ആർട്സ് ഫെസ്റ്റിവലെ അതിനെ കാണാൻ. പ്രത്യേകിച്ച് ഇപ്പോൾ അറബിയിലോ ഇംഗ്ലീഷിലൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഇൻ്റർനാഷണലി അറിയപ്പെട്ട എഴുത്തുകാരൊന്നും കേരളത്തിൽ നിന്നൊരു പക്ഷേ ഇംഗ്ലീഷിൽ തരൂരുണ്ടായിരിക്കും എന്നല്ലാതെ ഒരു ഇൻ്റർനാഷണൽ ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു എഴുത്തുകാരനും മലയാളിയായിട്ട് ഇല്ല. ഒരു ഹാഫ് മലയാളിയായിട്ടുള്ള അരുന്ധതി റോയ് ഉണ്ടാവുന്നല്ലാതെ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരാളും ഇത്രയും കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുള്ള, ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് ഭാഷയായിട്ട് എൻഗേജ് ചെയ്യുന്നു എന്ന് പറയുന്നത് കേരളത്തിലില്ല. അറബിയിലും അങ്ങനെ അറബ് പത്രങ്ങളിലൊക്കെ ലേഖനങ്ങൾ എഴുതുന്ന, അല്ലെങ്കിൽ ഫിക്ഷനും ഇതൊക്കെ എഴുതുന്ന റൈറ്റേഴ്സൊന്നും പുതിയ കാലത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ വളരെ കുറവാണ്. അതേസമയത്ത് നമ്മളുടെ വലിയ ഉലമാകൾ, ഇപ്പോൾ ഷെയ്ഖുന ഉസ്താദിൻ്റെയൊക്കെ ഉലൂമിയായിട്ടുള്ള തഹ്ഖീഖിയായിട്ടുള്ള കിതാബുകൾ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് കുറേ കൂടി ഭാഷാപരമായിട്ടുള്ള ഈ തരത്തിലുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വർക്കുകൾ വളരെ വിരളമായിട്ട്, അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത്തരം സ്പേസുകളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുമ്പോഴാണ്, അത്തരം സ്പേസിൽ നമുക്ക് പോകുക എന്ന് പറയുന്നത് കുറേ കൂടി വലിയ സാഹസമുള്ളൊരു ഏർപ്പാടാണ്. അങ്ങനെ നമുക്ക് കഴിയുകയും ചെയ്യും നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം കൂടി ഞാൻ പറയുകയാണ്. ഇപ്പോൾ ആഫ്രിക്കൻ എഴുത്തുകാർ വളരെ ഫേമസ് ആണെന്ന് ലോകത്ത്. അവരുടെ ഒരുപാട് പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്, അറബിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷ വരുന്നത്? അത് ഇന്ത്യയിലേക്ക് ഇംഗ്ലീഷ് ഭാഷ വരുന്ന പ്രകാരത്തിൽ തന്നെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ 1600കളിൽ വരുന്നു. ഏതാണ്ട് ആ സമയത്തും അതിനുശേഷമൊക്കെ ആയിട്ടാണ് ആഫ്രിക്കയിലെ നൈജീരിയയിലും ഘാനയിലും പല രാഷ്ട്രങ്ങളിലേക്ക് ഇവർ കുടിയേറുന്നത്. ഇന്ത്യക്കാർ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ മാരകമായിട്ടുള്ള പ്രഹരം, പ്രത്യേകിച്ച് വർണ്ണ വിവേചനത്തിൻ്റേതായിട്ടുള്ള പ്രഹരം ആഫ്രിക്കക്കാർ ഏറ്റിട്ടുണ്ട്. പലതരത്തിൽ അവരുടെ സ്വത്വത്തെ നശിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ബ്രിട്ടീഷുകാർ 1950 കൂടിയിട്ട് ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളും സ്വാതന്ത്ര്യമാവുന്നുണ്ട്, ആഫ്രിക്കയും സ്വാതന്ത്ര്യമാവുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ ആഫ്രിക്കൻ നാടുകളിൽ നിന്നൊക്കെ ഇംഗ്ലീഷിൽ ഗംഭീരമായിട്ട് എഴുതുന്ന ഒരുപാട് എഴുത്തുകാർ വരികയുണ്ട്. ഇപ്പോൾ ഗൂഗി വാന്തിയാവോ, ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് നോബൽ സമ്മാനം കിട്ടിയ ടാൻസാനിയൻ എഴുത്തുകാരനായിട്ടുള്ള അബ്ദുറസാഖ് ഗുർണ തുടങ്ങി ഒരുപാട് എഴുത്തുകാർ, അവർ ഇംഗ്ലീഷുകാരെക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാൻ കഴിയുന്ന ആളുകളാണ് ഇപ്പോൾ
എന്നിട്ട് അബ്ദുറസാഖ് ഗുർണയൊക്കെ അദ്ദേഹത്തിൻ്റെ നോവലുകളിലൂടെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നിന്ന് ജയ്പൂരിൽ നിന്ന് കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇങ്ങനെ ഒരിക്കൽ നാട്ടിലേക്ക് പോയപ്പോൾ പിതാവിൻ്റെ കൂടെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത്, സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ആലോചിക്കുകയാണ്, എൻ്റെ ഉപ്പാക്ക്, എൻ്റെ പിതാവിന് ഇവിടെ മനുഷ്യരനുഭവിച്ച കുറേ കഥകൾ, കഷ്ടപ്പാടുകൾ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പൊരുതിയതിൻ്റെ കഥകൾ, ബ്രിട്ടീഷുകാരും ജർമ്മൻ അധിനിവേശക്കാരും അവരെ പ്രഹരമേൽപ്പിച്ചതിൻ്റെ കഥകൾ ഒക്കെ ധാരാളമായിട്ട് പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നൊരു ആലോചനയുടെ റിസൾട്ടിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം പിതാവുമായിട്ട് ദീർഘമായിട്ട് സംസാരിച്ചു. അങ്ങനെ കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലത്തെ പിതാവിൻ്റെ അനുഭവങ്ങൾ, സമകാലികരായിട്ടുള്ള ധാരാളം മനുഷ്യരുടെ അനുഭവങ്ങൾ അദ്ദേഹം ശേഖരിച്ചു. അതൊക്കെ ചെറിയ ചെറിയ നോട്ടുകളായിട്ട് രേഖപ്പെടുത്തി, ചെറിയ ചെറിയ കഥകളായിട്ട് വികസിപ്പിച്ചു. അങ്ങനെ ഒരു 10 വർഷം കൊണ്ടാണ് 1989 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അതിൽ ശക്തമായ ബ്രിട്ടീഷ് വിമർശനമാണ് ആ നാട്ടിൽ നിലനിൽക്കുന്ന മുസ്ലിങ്ങളുടെ വിവിധതരം പ്രാക്ടീസുകൾ, ഖുർആൻ സ്കൂളുകളെക്കുറിച്ച് അല്ലെങ്കിൽ മൗലിദുകളെക്കുറിച്ച്, അങ്ങനെയൊക്കെ നോവലുകളിൽ പരാമർശങ്ങളുണ്ട്. അപ്പം അങ്ങനെയാണ് അബ്ദുറസാഖ് ഗുർണ ബ്രിട്ടീഷുകാരെക്കാൾ മികച്ചൊരു ഇംഗ്ലീഷിൽ ഇത്തരം രചനകൾ നടത്തുന്നത് കൊണ്ടാണ്. അല്ലാതെ അബ്ദുറസാഖ് ഗുർണയുടെ തീം ഗംഭീരമായി എന്നതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. അദ്ദേഹം സമകാലിക ലോകത്ത് ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതുന്ന ഒരാളാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മളൊരു ഭാഷയെ കീഴടക്കുക എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് കൺറ്റംപററി ആയിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് ആവട്ടെ അറബി ആവട്ടെ ഒരു ഭാഷ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി, അത്തരം വർക്കുകളൊക്കെ ധാരാളമായിട്ട് വായിച്ച്, അത്തരം വർക്കുകളെ ഇമിറ്റേറ്റ് ചെയ്ത്, അത്തരം രൂപത്തിൽ സംസാരിക്കാനോ എഴുതാനൊക്കെ പരിശീലിച്ച്, അങ്ങനെ ഒരു 10 വർഷം കൊണ്ടോ 15 വർഷം കൊണ്ടൊക്കെ ആ ഒരു മഹാറത്ത്, ആ ഒരു കേപ്പബിലിറ്റി നമ്മൾ നേടിയെടുക്കുകയും അങ്ങനെ ഗംഭീരമായിട്ടുള്ള വർക്കുകൾ വരികയൊക്കെ ചെയ്യുമ്പോഴാണ് അത് റിസൾട്ടിങ് ആയിട്ടുള്ള, അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, ആളുകളെ സ്വാധീനിക്കുന്ന, വളരെ കൺറ്റംപററി ആയിട്ടുള്ള, കൺവീനിയൻ്റ് ആയിട്ടുള്ള വർക്കുകളായിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട്, കലയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മളുടെ ചിന്തകളെപ്പോഴും ഇങ്ങനെ കുറേ കൂടെ വിപുലമായിട്ടുള്ള ചിന്തകളായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യത്തിൽ ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.